ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അശോക് കുമാർ. ഞാൻ സാധാരണ പാട്ടിൻ്റെ പാലാഴിയിൽ ധാരാളം ട്രാക്കുകൾ ഷെയർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഏകദേശം ഇതിനോടൊക്കെ ഒരു 1200 ട്രാക്കുകൾ നിർമ്മിച്ച് ഷെയർ ചെയ്തിട്ടുണ്ട്. കുറച്ച് വർക്കിൽ അത് പ്രയോജനപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. എന്നെ സ്വയം ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ സ്വദേശം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് പട്ടിമറ്റത്താണ്. ഞാനൊരു റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. താലൂക്ക് സപ്ലൈ ഓഫീസറായിട്ട് 2021 സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ റിട്ടയർ ചെയ്തു. ഇപ്പോൾ വിശ്രമജീവൻ നയിക്കുന്നു. അപ്പോൾ നേരം പോക്കിന് വേണ്ടി മാത്രം ഇങ്ങനെയൊരു പാഷനായിട്ട് ഇത് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ നേരത്തെയൊക്കെ ചെറിയൊരു പാടുമായിരുന്നു. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥനായി കഴിഞ്ഞപ്പോൾ അതിനുള്ള ആഭിമുഖ്യമൊക്കെ കുറഞ്ഞു. അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് പാട്ട് പാടാൻ നോക്കിയപ്പോൾ പറ്റിയ ട്രാക്കുകളൊന്നുമില്ല. കയ്യിലുണ്ടായിരുന്ന ട്രാക്കുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ സ്വന്തമായി ട്രാക്ക് നിർമ്മിക്കാമെന്ന് വെച്ചു. അങ്ങനെ സ്വന്തമായി ട്രാക്ക് നിർമ്മിച്ച് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു. ആർക്കെങ്കിലൊക്കെ പ്രയോജനപ്പെട്ടെന്നോർത്ത്. പക്ഷേ യൂട്യൂബിൽ നമ്മുടെ കരോക്കെ മാഫിയക്കാർ ആ യൂട്യൂബ് ചാനൽ വേഗം തന്നെ പൂട്ടിച്ചു. അതായത് യൂട്യൂബിൽ നമ്മൾ ഒരു പാട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കോപ്പിറൈറ്റ് വരും. 10 മിനിറ്റിനുള്ള അപ്ലോഡ് കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ള കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ് വരും. യഥാർത്ഥ ഉടമസ്ഥന് വേണമെങ്കിൽ അതിന് ഒബ്ജക്ഷൻ വയ്ക്കാം. പക്ഷേ ഈ പാട്ടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനില്ലാത്ത ഇവിടുത്തെ കരോക്കെ മാഫിയക്കാർ അതിന് യൂട്യൂബിന് പരാതി കൊടുത്തു. അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് പിന്നെ ഇടംവലം നോക്കില്ല, നമുക്ക് സ്ട്രൈക്ക് തരും. അങ്ങനെ 3 സ്ട്രൈക്ക് കിട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ചാനൽ അടിച്ചു പോകും. അങ്ങനെ ചാനൽ അടിച്ചു പോയി. പിന്നെ ഞാനുണ്ടാക്കിയ കരോക്കെ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ കുറച്ച് പോസ്റ്റ് നോക്കി. അപ്പോൾ ആർക്കും അത് പ്രയോജനപ്പെടുന്നില്ല. ടെലിഗ്രാം ഗ്രൂപ്പിൽ വളരെ കുറച്ച് പ്രേക്ഷകർ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ തികച്ചും യാദൃശ്ചികമായിട്ട് പാട്ടിൻ്റെ പാലാഴി എന്ന് പറയുന്ന ലിങ്ക് കിട്ടുകയും അതിൽ വന്ന് ചേരുകയും ചെയ്ത്. അപ്പോൾ ആൾക്കാർ ആവശ്യപ്പെടുന്ന ട്രാക്ക് കൈവശമുള്ള ഷെയർ ചെയ്യും. ഞാൻ ഒരു ഗായകനൊന്നുമല്ല, എങ്കിലും ഇവിടെ ഒരു ഗാനം ആലപിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഗാനം 1972 പുറത്തിറങ്ങിയ ഭാര്യയില്ലാത്ത രാത്രി എന്ന സിനിമയിലെ ഗാനമാണ്. രചന ശ്രീകുമാരൻ തമ്പി സാറ്, സംഗീതം ദേവരാജൻ മാസ്റ്റർ, പാടിയത് യേശുദാസ് സാറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെയും ദേവരാജ് മാഷിൻ്റെയും കോമ്പോയിൽ ഇറങ്ങിയ വെസ്റ്റേൺ ഒരു മെലഡി മിക്സ് ചെയ്തൊരു ഗാനമാണെന്നുള്ളതാണ്. കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള സോങ് അല്ല. കേട്ട് നോക്കുക. ഇനി കഴിയുന്നതിൽ പാടാൻ ഞാൻ ശ്രമിക്കുകയാണ്. തെറ്റുകുറ്റങ്ങളെല്ലാവരും ക്ഷമിക്കുക. ഓക്കെ. കാരുണ്യത്തിൻ പുഷ്പകിരീടം താഴിക കുടം തങ്കത്താഴിക കുടം ഞാനവളെ കണ്ടു കണ്ണിന്നലെന്നിൽ കൊണ്ടു ആ കണ്ണൽ മിഴിയെന്നിൽ പൂത്ത കാമപ്പൂവുകൾ കണ്ടു. കാരുണ്യത്തിൻ പുഷ്പകിരീടം താഴിക കുടം തങ്കത്താഴിക കുടം ഞാനവളെ കണ്ടു കണ്ണിന്നലെന്നിൽ കൊണ്ടു ആ കണ്ണൽ മിഴിയെന്നിൽ പൂത്ത കാമപ്പൂവുകൾ കണ്ടു. കാറ്റിലാടും ഡാഫോഡിൽ അവൾ പൂത്തു നിൽക്കും ഗോൾഡൻ ലിപി. കാറ്റിലാടും ഡാഫോഡിൽ അവൾ പൂത്തു നിൽക്കും ഗോൾഡൻ ലിപി. ഒരു പൂവെങ്കിലും നുള്ളാൻ ഒരു ഗണമെങ്കിലും നുകരാൻ ഓടി വന്നല്ലോ ഞാൻ ഓടി വന്നല്ലോ. കം സെപ്റ്റംബർ I love to remember. Come September, I love to remember. കാരുണ്യത്തിൻ പുഷ്പകിരീടം താഴിക കുടം തങ്കത്താഴിക കുടം ഞാനവളെ കണ്ടു കണ്ണിന്നലെന്നിൽ കൊണ്ടു ആ കണ്ണൽ മിഴിയെന്നിൽ പൂത്ത കാമപ്പൂവുകൾ കണ്ടു. കൂട്ടുതെറ്റിയ നക്ഷത്രം അവൾ കാറ്റിലൊഴുകും സംഗീതം. കൂട്ടു
റൂട്ട് തെറ്റിയ നക്ഷത്രം, അവൾ കാറ്റിലൊഴുകും സംഗീതം. ഒരു കതിരെങ്കിലും പുണരാൻ, ഒരു സ്വരമെങ്കിലും നുകരാൻ തേടി വന്നല്ലോ, ഞാൻ തേടി വന്നല്ലോ. Come September, I love to remember. Come September, I love to remember. കാരുണ്യത്തിൻ പുഷ്പകിരീടം, താഴിക കുടം, തങ്ക താഴിക കുടം. ഞാനവളെ കണ്ടു, കൺമിന്നലെങ്കിൽ കൊണ്ടു, ആ കണ്ണൽ മിഴി എന്നിൽ പൂത്ത കാമപ്പൂവുകൾ കണ്ടു. കാരുണ്യത്തിൻ പുഷ്പകിരീടം, താഴിക കുടം. ഒരു കാര്യം കൊണ്ട് പറഞ്ഞോട്ടെ, ഈ ഗ്രൂപ്പിൻ്റെ അണിയറ ശില്പികളായ ശ്രീ വി ശിശുനാഥ്, മനു, ഇവർക്ക് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒന്ന് ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്തതിനും പിന്നെ ഇങ്ങനെയൊരു ഫംഗ്ഷന് എന്നെ പ്രത്യേകം വിളിച്ചതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഈ ഗ്രൂപ്പിൽ പെട്ട് എല്ലാവരെയും കാണാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. എല്ലാവരോടും എൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്നു. നന്ദി, നമസ്കാരം.